എപ്പോഴും നിലമ്പൂരിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. അതാണ് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ, മറ്റു സാമൂഹിക പ്രശ്നങ്ങൾ ഒക്കെ നിയമസഭയിൽ ഉന്നയിക്കാൻ അവസരം കിട്ടിയാൽ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അതാണ് ഞാൻ ആദ്യമായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി കേരളത്തിലെ നിയമസഭ കാണാൻ വേണ്ടി വരുന്നത്. ആ ഒരു ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. പിന്നീട് എന്റെ പിതാവ് വളരെ സീരിയസ് ആയിട്ടുള്ള ചില ചർച്ചകളും ബില്ലുകളും അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയും 3-4 തവണ അസംബ്ലി ഗാലറി, സ്പീക്കേഴ്സ് ഗാലറിയിലൊക്കെ ഇരുന്ന് അസംബ്ലി കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നത്, പിതാവ് വലിയ നിയമസഭാ സാമാജികനായിരുന്നു, അതുപോലെ ആവണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ, വാസ്തവത്തിൽ എത്ര കണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും പരമാവധി നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, കേരളത്തിന്റെ പ്രശ്നങ്ങൾ, ആകെ ഈ 8-9 മാസക്കാലമാണ് എന്റെ മുന്നിലുള്ളത്. അതിനിടയിൽ അസംബ്ലിയിൽ പരമാവധി അത് അവതരിപ്പിക്കാനൊക്കെയുള്ള ശ്രമം എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തായാലും ഒരു നല്ല നിയമസഭാ സാമാജികനാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ഉണ്ട് വലിയ ആഗ്രഹം. എപ്പോഴും നിലമ്പൂരിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. അതാണ് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ, മറ്റു സാമൂഹിക പ്രശ്നങ്ങൾ ഒക്കെ നിയമസഭയിൽ ഉന്നയിക്കാൻ അവസരം കിട്ടിയാൽ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അതാണ് വിവാദങ്ങൾക്ക് പിന്നാലെ പോകാതെ വികസനം അത് തന്നെയാണോ ലക്ഷ്യം? തീർച്ചയായിട്ടും ഒരു വിവാദത്തിനും ഞാൻ പിന്നാലെ പോയിട്ടില്ല. കാരണം ഒന്ന്, നിലമ്പൂരിൽ വിവാദങ്ങൾക്ക് പിന്നാലെ പോയി സമയം കളയുന്നതിനേക്കാളും എന്റെ ശബ്ദവും എന്റെ ശ്രദ്ധയും ഒക്കെ നിലമ്പൂരിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പരമാവധി സമയം നിലമ്പൂരിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഉപയോഗിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അതനുസരിച്ചായിരിക്കും എന്റെ പ്രവർത്തനം. ഇതിനു മുമ്പ് പിതാവിന്റെ സത്യപ്രതിജ്ഞയ്ക്കായിരിക്കുമല്ലോ ഇതുപോലെ ഞാൻ സത്യപ്രതിജ്ഞയ്ക്ക് 4 തവണ പങ്കെടുത്തിട്ടുണ്ട്. പിതാവ് 4 തവണ മന്ത്രിയായപ്പോഴും ആ 4 തവണയും പിതാവിന്റെ സത്യപ്രതിജ്ഞ കാണാനാണ് ഞാൻ എത്തിയത്. 3 തവണ എത്തിയത്. ആദ്യത്തെ തവണ പിതാവ് 80-ലാണ് ആദ്യമായി വനം തൊഴിൽ വകുപ്പ് മന്ത്രിയാവുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് സത്യപ്രതിജ്ഞയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും വന്നിട്ടില്ല. അതിനുശേഷമുള്ള 3 സത്യപ്രതിജ്ഞാ ചടങ്ങിലും അതേ മന്ത്രിയായ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു അനുഭവം എന്റേത് അതാണ്. എന്തായാലും വളരെ വൈകാരികമായി തോന്നുകയാണ്. ഈ നിയമസഭയുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഒക്കെയുള്ള ഈ ചടങ്ങിൽ വെച്ച് എന്റെ നാട്ടുകാരുടെയും സ്നേഹിക്കുന്നവരുടെയും എല്ലാം മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു നിയമസഭാ അംഗമാവാൻ സാധിച്ചത് ഒരു വലിയ കാര്യമായി ഏറ്റവും എന്നെ പ്രചോദിപ്പിക്കുന്നു. മാത്രമല്ല, മുഴുവൻ ജനങ്ങളോടും, എന്നെ തെരഞ്ഞെടുത്തയച്ച നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളോടും അതിനുവേണ്ടി നന്ദി പറയുകയാണ്. ആ നന്ദി എന്നും കടപ്പാടായി എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഉണ്ടാവും എന്ന്